Exercise 12.1 fourth question. The wheels of a car are of diameter 80 centimeter each. How many complete revolutions does each wheel make in 10 minutes when the car is traveling at a speed of 66 km per hour? അപ്പോൾ ഒരു കാറ് മൂവ് ചെയ്യുന്നുണ്ട്. കാറിൻ്റെ വീൽസിൻ്റെ ഡയാമീറ്റർ തന്നിട്ടുണ്ട് 80 സെൻറ്റിമീറ്റർ. അതായത് ഡയാമീറ്റർ ഡി ഇസ് ഈക്വൽ ടു 80 സെൻറ്റിമീറ്റർ. ഡയാമീറ്റർ 80 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വീൽസിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 80 ഡിവൈഡഡ് ബൈ 2 40 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. ഹൗ മെനി കംപ്ലീറ്റ് റെവല്യൂഷൻസ് ഡസ് ഈച്ച് വീൽ മേക്ക് ഇൻ 10 മിനിറ്റ്സ്? അത് കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഒരു വീൽ എന്ന് വിചാരിക്കാം. ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത് സ്റ്റാർട്ടിങ് മുതൽ ഈ എൻഡിങ് പോയിന്റ് വരെ എടുക്കുന്ന ടൈമാണ് 10 മിനിറ്റ്സ്. ഓക്കെ. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ വീൽ ഇങ്ങനെ റെവല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 10 മിനിറ്റ്സിൽ എത്ര റെവല്യൂഷൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യമാണ് വീൽ ഇങ്ങനെ കറങ്ങുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിന് എന്ത് വേണം? വീലിൻ്റെ സർക്കംഫറൻസ്, അതായത് ഈ ചുറ്റളവ്, സർക്കംഫറൻസ് നമുക്ക് വേണം. പിന്നെ കാറ് മൂവ് ചെയ്യുന്ന സ്പീഡും അവർ പറഞ്ഞിട്ടുണ്ട് 66 km/h ആണ്. അപ്പോൾ നമുക്കിപ്പോൾ റേഡിയസ് കിട്ടി. ഈ റേഡിയസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സർക്കംഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു, സർക്കംഫറൻസ് സർക്കിളിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് 2πr, സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു 2πr ഈക്വൽസ് 2 × pi 22/7 ഇൻറ്റു റേഡിയസ് 40. ഓക്കെ. ഇതിപ്പോൾ സോൾവ് ചെയ്യണില്ല, ഇത് അതുപോലെ തന്നെ വെച്ചു. ഇനി കാറിൻ്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് ഇസ് ഈക്വൽ ടു 66 km/h. സ്പീഡ് എന്ന് പറയുന്നത് 66 km/h. ഒരു മണിക്കൂറിൽ 66 km. അതുപോലെ തന്നെ നമുക്ക് ടൈം പറഞ്ഞിട്ടുണ്ട് ടി. ടി ഇസ് ഈക്വൽ ടു 10 മിനിറ്റ്സ്. ഓക്കെ. അപ്പോൾ സ്പീഡ് km/hലും ടൈം മിനിറ്റിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ടൈമിനെ അവറിലേക്ക് മാറ്റും. ഓക്കെ. ടൈമിനെ നമ്മൾ അവറിലേക്ക് മാറ്റാൻ പോവാണ്. ടൈമിനെ അവറിലേക്ക് മാറ്റാനായിട്ട് നമുക്കറിയാം 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അതായത് 60 മിനിറ്റ് ഈക്വൽസ് 1 അവർ. അതായത് 1 മിനിറ്റ് എന്തായിരിക്കും? അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് 1/60 അവർ ആയിരിക്കും. ഓക്കെ. 60 മിനിറ്റ് 1 അവർ ആണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറയുന്നത് 1/60 അവർ. നമ്മൾക്ക് 1 മിനിറ്റ് അല്ല വേണ്ടത്, എത്രയാണ്? 10 മിനിറ്റ്സ് ആണ് വേണ്ടത്, അല്ലേ? അപ്പം 10 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 10 മിനിറ്റ് ഇസ് ഈക്വൽ ടു 1/60 ഇൻറ്റു 10. 1 എന്നുള്ളത് 1 × 10 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1/60നെയും ഇൻറ്റു 10 ചെയ്തു. ഓക്കെ. അപ്പോൾ 10 മിനിറ്റ് ഇസ് ഈക്വൽ ടു 10/60 അവർ എന്ന് കിട്ടി. ഇനി നമ്മൾക്ക് ഇത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നറിയണം, അല്ലേ? നമുക്ക് 10 മിനിറ്റ് ആണ് എടുക്കുന്നതെന്നറിയാം. 10 മിനിറ്റ് ആണ് എടുക്കുന്നതെന്നറിയാം. ഈ 10 മിനിറ്റിൽ എത്ര കിലോമീറ്റർ മൂവ് ചെയ്യുന്നുണ്ടോ നമുക്ക് കണ്ടുപിടിക്കണം. 10 മിനിറ്റിൽ എത്ര കിലോമീറ്റർ മൂവ് ചെയ്യുന്നുണ്ട്, അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി നമുക്കിവിടെ ടൈം ഈസ് ഈക്വൽ ടു 10 മിനിറ്റ് ആണ്. 10 മിനിറ്റ് എന്തായിരുന്നു? 10/60 അവർ ആയിരുന്നു. അപ്പോൾ ഈക്വൽസ് 10/60 അവർ എന്ന് എഴുതി. ഓക്കെ. നമുക്ക് വേഗം എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്ക് സ്പീഡ് അറിയാം, ടൈം അറിയാം, ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ ടൈം ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇൻറ്റു ആവും. അതായത് സ്പീഡ് ഇൻറ്റു ടൈം ഈക്വൽസ് ഡിസ്റ്റൻസ്. ഓക്കെ. അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എത്രയാണ്? 66 km/h ആണ്. അപ്പോൾ 66 എഴുതി. ഇൻറ്റു ടൈം എത്രയായിരുന്നു? ടൈം എന്ന് പറയുന്നത് 10/60. അപ്പോൾ ഇൻറ്റു 10/60. ഇത് സോൾവ് ചെയ്യുക. 0 0 ക്യാൻസൽ ചെയ്തു.
66 ഡിവൈഡഡ് ബൈ 6. 6ൽ 6 ഒരു പ്രാവശ്യം, 66ൽ 11. അതായത് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 11 കിലോമീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? എത്ര റെവല്യൂഷൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആണ് വന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ എത്ര റെവല്യൂഷൻസ്? അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഉള്ളത് ടൈം 10 മിനിറ്റ് ആയിരുന്നു നമുക്ക് ആദ്യം കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ 10 മിനിറ്റ് ആണെങ്കിൽ എത്ര കിലോമീറ്റർ ആണ്? 11 കിലോമീറ്റർ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ 11 കിലോമീറ്ററിൽ എത്ര പ്രാവശ്യം അത് റെവല്യൂഷൻ, എത്ര നമ്പർ ഓഫ് റെവല്യൂഷൻസ് കണ്ടുപിടിക്കണം. അതായത് മൊത്തം ഡിസ്റ്റൻസിനെ എന്ത് ചെയ്യുക? നമ്മുടെ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കുമല്ലോ എല്ലാതും. അപ്പോൾ മൊത്തം ഡിസ്റ്റൻസിനെ ഒരു പാർട്ടീഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? എത്ര പ്രാവശ്യമാണ് റെവല്യൂഷൻ ചെയ്യുന്നതെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്റ്റൻസ് 11 ആണ്. അപ്പോൾ 11നെ എന്ത് ചെയ്യണം? ഇതിൻ്റെ സർക്കംഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. സർക്കംഫറൻസ് ചെയ്തിട്ടുള്ളത് എന്താണ്? 40 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ ഇവിടെ 11 കിലോമീറ്റർ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 11 കിലോമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം 1 കിലോമീറ്റർ ഈക്വൽസ് 1000 മീറ്റർ ആണ്. ഓക്കെ, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അപ്പോൾ 11 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000 ഇൻറ്റു 11 മീറ്റർ എന്ന് വരും. നമുക്ക് മീറ്ററിലല്ല വേണ്ടത്, സെൻറ്റിമീറ്ററിലാണ് വേണ്ടത്. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് 1 മീറ്റർ അല്ല, 1000 ഇൻറ്റു 11 മീറ്ററാണ്. അപ്പോൾ 1000 ഇൻറ്റു 11 മീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1000 ഇൻറ്റു 11 ഇൻറ്റു 100 സെൻറ്റിമീറ്റർ. ഓക്കെ, അതായത് 11 കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1000 ഇൻറ്റു 11 ഇൻറ്റു 100 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ 11 കിലോമീറ്ററിന് പകരം എന്ത് എഴുതും? ഈ വാല്യൂ ആണ് എഴുതാം. അപ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്താണ്? നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ്. ഇതാണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 11 ഇൻറ്റു 1000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് എത്രയായിരുന്നു? 2 ഇൻറ്റു 22/7 ഇൻറ്റു 40. ഇത് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ 11 ഇൻറ്റു 1000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 22 ഇൻറ്റു 40/7 ഉള്ളത് ന്യൂമറേറ്ററിലേക്ക് പോവും ഇൻറ്റു 7. ഓക്കെ, അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ 1 ഡിവൈഡഡ് ബൈ 22/7 ആണല്ലോ. നമ്മൾ 22/7 മാത്രം നോക്കുമ്പോൾ. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ 1 അതുപോലെ തന്നെ എഴുതും. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. 22/7 റെസിപ്രോക്കൽ 7/22. അങ്ങനെയാണ് 7 ന്യൂമറേറ്ററിലും 22 ഡിനോമിനേറ്ററിലും വരുന്നത്. ഇനി ഇത് സോൾവ് ചെയ്യുക. ഒരു 0 ക്യാൻസൽ ചെയ്യുക. മുകളിൽ ഒരു 0 ക്യാൻസൽ ചെയ്യുമ്പോൾ താഴെയും ഒരു 0യെ ക്യാൻസൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. ക്യാൻസൽ ചെയ്തു. ഇനി സോൾവ് ചെയ്യുക. 22നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. 11നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി 2ഉം 10ഉം ഡിവൈഡ് ചെയ്യണു. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അഗെയിൻ 2ഉം 1000ഉം 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 1000നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10ൽ 5 വരും, ബാക്കി 2 0. ഇപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 500 ഇൻറ്റു 5 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 4 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി 4ഉം 500ഉം ഡിവൈഡ് ചെയ്യുന്നു. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 500നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 4 പ്രാവശ്യം, ബാക്കി 1 വരും. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും, ബാക്കി 0.
ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. 500 ഡിവൈഡഡ് ബൈ 2, 2 2s are 4, 5 minus 4, 1, next number 0, 2 5s are 10, 10 minus 10 0, next number 0 ആണ്, അത് നമ്മൾ നേരെ മുകളിലേക്ക് കയറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് 250 ഡിവൈഡഡ് ബൈ 2 കിട്ടി. എഗെയിൻ 250നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 250നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 5നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2, ബാലൻസ് 1 ഉണ്ട്, അത് 10 ആയി. 10നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അപ്പോൾ ബാക്കി നമുക്ക് എന്താ കിട്ടിയത്? 125 ഇൻറ്റു 5 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 1 ആണ്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 125 ഇൻറ്റു 5, 5 5s are 25, 5 2s are 10, 10 plus 2 12, 2 1, 5 1s are 5, 5 plus 1 6, 625 കിട്ടി. 625 ഇൻറ്റു 7 കൂടി വേണം. അപ്പോൾ 625 ഇൻറ്റു 7, 7 5s are 35, 5 3 ബാലൻസ്, 7 2s are 14, 14 plus 3 17, 7 1 balance, 6 7s are 42, 42 plus 1 43, അതായത് 4375 ഈക്വൽസ് 4375. അതായത് 10 മിനിറ്റിൽ ആ കാറിൻ്റെ വീല് എത്ര റെവല്യൂഷൻസ് എടുക്കുന്നുണ്ട്? 4375 റെവല്യൂഷൻസ് ആണ് വരുന്നത്. Exercise 12.1 fifth question. Tick the correct answer in the following and justify your choice. If the circumference and the area of the circle are numerically equal, then the radius of the circle is option A 2 units, option B 5 units, option C 4 units, option D 7 units. And the question, if the circumference and the area of a circle, ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസും അതേ സർക്കിളിൻ്റെ ഏരിയയും എന്താണ്? ന്യൂമറിക്കലി ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സെയിം സർക്കിൾ ആയതുകൊണ്ട് റേഡിയസ് ഓഫ് ദി സർക്കിൾ നമുക്ക് സെയിം ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ എന്തെടുത്തു? സ്മോൾ ലെറ്റർ ആർ എടുത്തു, റേഡിയസ്. ഇനി സർക്കംഫറൻസും ഏരിയയും ഈക്വൽ ആണ്. അപ്പോൾ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ഏരിയ എന്ന് പറയുന്നത് πr². രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ 2πr ഈക്വൽസ് πr². രണ്ട് സൈഡിലും പൈ ഉണ്ട്, രണ്ടും മൾട്ടിപ്ലിക്കേഷനിലാണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ ഒരു ആറും റൈറ്റ് സൈഡിൽ 2 r ഉണ്ട്, r ഇൻറ്റു r. അപ്പോൾ നമ്മൾ ഒരു r ക്യാൻസൽ ചെയ്തു, ബാക്കി 2 ഈക്വൽ ടു r. അപ്പോൾ റേഡിയസ് എത്രയാണ്? 2 ആണ്, അതായത് 2 യൂണിറ്റ്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഏരിയാസ് ഓഫ് സെക്ടർ ആൻഡ് സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ സെക്ടറിൻ്റെ ഏരിയ, സെഗ്മെൻറ്റിൻ്റെ ഏരിയ, അതൊക്കെയാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ എന്താണ് സെക്ടർ, എന്താണ് സെഗ്മെൻറ്റ് നോക്കാം. നമ്മൾക്കൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ സെൻറ്ററാണ് O. സർക്കിളിൻ്റെ മുകളിൽ 2 പോയിൻറ്റ്സ് ഉണ്ട്, A B. ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സർക്കിളിൻ്റെ കോഡ് കിട്ടും, കോഡ് AB. അപ്പോൾ കോഡ് ABയും അതിൻ്റെ കറസ്പോണ്ടിങ് ആർക്കും. ഓക്കെ, 2 പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സിൻ്റെ കറസ്പോണ്ടിങ് ആർക്കാണ് താഴെ ഉള്ളത്. ഇതിന് നമ്മൾ മൈനർ ആർക്ക് എന്ന് പറയും, മൈനർ ആർക്ക്. ഈ മുകളിലത്തെ ഈ പോർഷൻ എന്ന് പറയുന്നത് മേജർ ആർക്ക്. അപ്പോൾ കോഡും മൈനർ ആർക്കും വരുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് പറയുക? സെഗ്മെന്റ് എന്ന് പറയാം. ഈ ചെറിയ പോർഷൻ സെഗ്മെന്റും ഈ വലിയ പോർഷൻ മേജർ സെഗ്മെന്റും. ഇത് മൈനർ, ഇത് മേജർ. അപ്പം എന്താണ്? മൈനർ സെഗ്മെന്റ്. പിന്നെ ഈ മുകളിലത്തെ പോർഷൻ എന്ന് പറയുന്നത് മേജർ സെഗ്മെന്റ്. ഓക്കെ അല്ലേ?
ഇനി ഇപ്പോൾ മേജർ സെഗ്മെൻറ്റും മൈനർ സെഗ്മെൻറ്റും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡും പിന്നെ താഴത്തെ പോർഷൻ, അതായത് മൈനർ ആർക്കും തമ്മിൽ വരുന്ന റീജിയനെയാണ് മൈനർ സെഗ്മെൻറ്റ്. ബാക്കിയുള്ള പോർഷൻ മേജർ സെഗ്മെൻറ്റ്. ഇനി നമുക്ക് സെയിം 2 പോയിന്റ്സ് ഉണ്ട്, എ ബി. ആ പോയിന്റ്സ് നമ്മൾ സെൻറ്ററായിട്ട് ജോയിൻ ചെയ്തു, അതായത് AO ജോയിൻ ചെയ്തു, റേഡിയസ് OB അടുത്ത റേഡിയസ് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോർഷൻ കിട്ടും. ഇങ്ങനത്തെ പോർഷൻസിനാണ് നമ്മൾ എന്ത് പറയുക? സെക്ടർ എന്ന് പറയാം. ഓക്കെ, അഗെയിൻ നമുക്ക് 2 സെക്ടർ ഉണ്ട്. ഈ ചെറിയ പോർഷന് നമ്മൾ എന്ത് പറയും? മൈനർ സെക്ടർ എന്ന് പറയും. ഈ ബാക്കിയുള്ള വലിയ പോർഷൻ മേജർ സെക്ടർ. ഓക്കെ, മേജർ സെക്ടർ. സെക്ടറിൻ്റെ കേസ് ആകുമ്പോൾ നമുക്ക് ആംഗിൾ വരും. ആംഗിളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക തീറ്റ എന്നാണ്. ഓക്കെ, ആംഗിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് തീറ്റ. അത് മൈനർ സെക്ടറിലാണെങ്കിൽ നമ്മൾ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. മേജർ സെക്ടർ ഈ ആംഗിൾ ആണെങ്കിൽ, അതായത് പുറത്തത്തെ ആംഗിൾ ആണെങ്കിൽ ഒരു പോയിന്റിന് ചുറ്റും 360 ആണല്ലോ. അപ്പോൾ 360 മൈനസ് തീറ്റ, അതായത് നമ്മുടെ മൈനർ സെക്ടറിലുള്ള ആംഗിളാണ് ഇത്, തീറ്റ. ഓക്കെ, മൈനർ സെക്ടറിലെ ആംഗിളാണ് തീറ്റ. മേജർ സെക്ടറിലെ ആംഗിൾ എന്ന് പറയുമ്പോൾ തീറ്റ ഒഴിച്ചിട്ടുള്ളത്, അതായത് ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്ന് ഈ ആംഗിൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മേജർ സെക്ടറിലെ ആംഗിൾ കിട്ടും. അതാണ് 360 മൈനസ് തീറ്റ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മേജർ സെക്ടർ ആണെങ്കിൽ ആംഗിൾ 360 മൈനസ് തീറ്റ, മൈനർ സെക്ടർ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ തീറ്റ എന്ന് പറയും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലൊക്കെ ജസ്റ്റ് സെഗ്മെൻറ്റ്, സെക്ടർ, ആർക്ക് അങ്ങനെയൊക്കെയാണ് പറയണമെന്നുണ്ടെങ്കിൽ അത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക മൈനറിനെയാണ്. മേജർ ആണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് പറയും, മേജർ സെക്ടർ, മേജർ സെഗ്മെൻറ്റ്, അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയും. വെറുതെ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സെക്ടർ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സെഗ്മെൻറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് പറയുന്നത് മൈനറിനെയാണ്. മൈനറിനാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ മൈനർ സെക്ടർ, മൈനർ സെഗ്മെൻറ്റ് അങ്ങനെ എടുത്ത് പറയില്ല. ജസ്റ്റ് മൈനർ, ജസ്റ്റ് സെഗ്മെൻറ്റ്, സെക്ടർ എന്ന് മാത്രമേ പറയുള്ളൂ. ഇനി സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ആർക്ക് ഉണ്ടല്ലോ, ഈ ആർക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനൊക്കെ ഇക്വേഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സെക്ടർ. സെക്ടറിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് നമ്മുടെ തീറ്റ. അപ്പോൾ നമുക്ക് ഈ പോർഷൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ പോർഷൻ്റെ ഏരിയ പറയുമ്പോൾ മൊത്തം സർക്കിളിൻ്റെ ഈ ഒരു ഭാഗം മാത്രം മതിയല്ലോ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാം πr² ആണ്. ഓക്കെ, πr² ആണ് സർക്കിളിൻ്റെ പോർഷൻ. ഇനി സർക്കിൾ ആകുമ്പോൾ മൊത്തം ആംഗിൾ വരും, 360 ഡിഗ്രി പറഞ്ഞിട്ട് മൊത്തം ആംഗിൾ വരും. പക്ഷെ ഇവിടെ സർക്കിൾ അല്ല, നമുക്കിപ്പോൾ സർക്കിളിൻ്റെ ഒരു പോർഷൻ മാത്രം മതി. അതായത് മൊത്തം 360യുടെ തീറ്റ പോർഷൻ, അതായത് മൊത്തം 4 പാർട്സ് ആണെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ 1/4. അതേപോലെ മൊത്തം 360ന്ന് തീറ്റ പോർഷൻ, അതായത് തീറ്റ ബൈ 360 ഇൻറ്റു πr². ഏതിൻ്റെ ഏരിയ ആണ്? സെക്ടറിൻ്റെ ഏരിയ. തീറ്റ ബൈ 360 ഇൻറ്റു πr². സെക്ടർ എന്ന് പറയുന്നത് കൊണ്ട് അതെന്തായിരിക്കും? മൈനർ സെക്ടർ ആയിരിക്കും. ഇനി മേജർ സെക്ടർ ആണെങ്കിലോ, മേജർ സെക്ടർ ആവുമ്പോൾ, മേജർ സെക്ടറിൻ്റെ ഏരിയ ആവുമ്പോൾ എന്ത് വരും? ഈ തീറ്റ മാറി നമുക്ക് ഏത് പോർഷനാ? ഈ ആംഗിളാണ് വേണ്ടത്. അതായത് ബാക്കിയുള്ള ഈ പോർഷൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 360 മൈനസ് തീറ്റ. അപ്പോൾ തീറ്റയുടെ ഭാഗത്ത് എന്ത് വരും? 360 മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു πr². ഇക്വേഷൻ ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെ. ന്യൂമറേറ്ററിൽ തീറ്റ മാറിയിട്ട് എന്തായിട്ട് മാറും? 360 മൈനസ് തീറ്റ എന്ന് മാറും. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ് മേജർ സെഗ്മെൻറ്റിൻ്റെ, മേജർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മൊത്തം സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുക? സെക്ടറിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുക. അതായത് മേജർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ മെത്തേഡാണ് സർക്കിളിൻ്റെ ഏരിയ πr² നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യുക? മൈനർ സെക്ടറിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുക. അത് തീറ്റ ബൈ 360 ഇൻറ്റു πr². ഇത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. പഠിക്കേണ്ടത് എന്താണ്? ഏരിയ ഓഫ് എ സെക്ടർ ഈക്വൽ ടു തീറ്റ ബൈ 360 ഇൻറ്റു πr². ഇതാണ് മെയിനായിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇനി മേജർ സെക്ടർ ആണെങ്കിൽ 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ തീറ്റ മാറ്റി 360 മൈനസ് തീറ്റ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് മൈനർ സെക്ടറിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ.
ഇനി നെക്സ്റ്റ് ഉള്ളത് ഈ ആർക്കാണ്. ഓക്കെ, ഈ ആർക്കിന്റെ ലെങ്ത് ഓഫ് ദി ആർക്ക്, ലെങ്ത് ഓഫ് ദി ആർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഏതാണോ സെക്ടർ വരുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ മൊത്തം സർക്കിളിന്റെ സർക്കംഫറൻസ് അറിയാലോ. ആ മൊത്തം സർക്കിളിന്റെ സർക്കംഫറൻസിന് ഈ ഒരു പോർഷൻ മാത്രം മതി. ഈ ഒരു പോർഷൻ എങ്ങനെയാ വരുന്നത്? ഈ തീറ്റ ഫോം ചെയ്യുമ്പോഴാണ് ഇത്രയും ആംഗിൾ വരുന്നത്. തീറ്റ മാറിക്കഴിഞ്ഞാൽ ലെങ്ത് കൂടും. അപ്പോൾ നമ്മുടെ സെൻട്രലിൽ വരുന്ന ആംഗിളിനനുസരിച്ചിരിക്കും നമ്മുടെ ലെങ്ത്തിന്റെ, അതായത് ആർക്കിന്റെ ലെങ്ത്. അപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് എന്താണ്? തീറ്റ ബൈ 360. വീണ്ടും തീറ്റ ബൈ 360 തന്നെ വരും. ഇൻറ്റു തീറ്റ വരാനുള്ള കാരണം ഈ തീറ്റയുടെ ആംഗിൾ മാറുന്നതിനനുസരിച്ചിട്ട് ആർക്കിന്റെ ലെങ്ത്തും മാറും. അതുകൊണ്ടാണ് നമ്മൾ തീറ്റ ബൈ 360 കൊടുക്കുന്നത്. ഇൻറ്റു 2πr നമ്മുടെ സർക്കിളിന്റെ സർക്കംഫറൻസ്. അപ്പൊ മൊത്തം സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ തീറ്റ ബൈ 360 പോർഷൻ ആണ് ഈ ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ലെങ്ത് ഓഫ് ആർ ഈക്വൽസ് തീറ്റ ബൈ 360 ഇൻറ്റു 2πr. അപ്പൊ സെക്ടറിന്റെ ഏരിയ പഠിച്ചു, പിന്നെ ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനും പഠിച്ചു. ഇനിയുള്ളത് സെഗ്മെന്റ്. ഈ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഒന്നുമില്ല. നമുക്ക് സെക്ടറിന്റെ ഏരിയ അറിയാലോ. ഇതാണ് നമ്മുടെ സെക്ടർ. ഓക്കെ, ഈ സെക്ടറിന്റെ ഏരിയ നമുക്കറിയാം. ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രയാങ്കിളിന്റെ പോർഷൻ, ഈ പോർഷൻ സബ്ട്രാക്ട് ചെയ്യും. അതായത് ഏരിയ ഓഫ് സെഗ്മെന്റ് ഈക്വൽസ് ടു എന്താണ്? സെക്ടർ ഏരിയ ഓഫ് എ സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഈ മൊത്തം സെക്ടറിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ പോർഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ സെഗ്മെന്റ് കിട്ടും. നമ്മൾ എപ്പോഴും മൈനറിന്റെ ആണ് പറയുന്നത്. മേജർ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ മൈനർ സെഗ്മെന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് മേജർ സെഗ്മെന്റിന്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സർക്കിളിന്റെ ഏരിയ, അതായത് മൊത്തം സർക്കിളിന്റെ ഏരിയ πr². സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യുക? മൈനർ സെഗ്മെന്റ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ മേജർ സെഗ്മെന്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മൈനർ സെഗ്മെന്റ് കണ്ടുപിടിക്കണം. സെക്ടറിൽ നിന്ന് ട്രയാങ്കിൾ സബ്ട്രാക്ട് ചെയ്തിട്ട് മൈനർ സെഗ്മെന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് സർക്കിളിൽ നിന്ന് മൈനർ സെഗ്മെന്റ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേജർ സെഗ്മെന്റ് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പുതുതായിട്ട് പഠിക്കേണ്ടത്. ഒന്ന് സെക്ടറിന്റെ ഏരിയ, പിന്നെ ലെങ്ത് ഓഫ് ആർക്ക്, പിന്നെ സെഗ്മെന്റ്. എക്സാമ്പിൾ 2, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സെക്ടർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് 4 cm. അപ്പോൾ റേഡിയസ് എത്രയാണ്? റേഡിയസ് ഈക്വൽ ടു 4 cm. ആൻഡ് ആംഗിൾ 30 degree. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 30 degree. ഓൾസോ ഫൈൻഡ് ദ ഏരിയ ഓഫ് കറസ്പോണ്ടിങ് മേജർ സെക്ടർ. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സെക്ടർ. സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതായത് മൈനർ സെക്ടർ ആണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിനുശേഷം കറസ്പോണ്ടിങ് മേജർ സെക്ടറും കൂടി കണ്ടുപിടിക്കണം. അതായത് മൈനർ സെക്ടറും മേജർ സെക്ടറിന്റെയും ഏരിയ ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത്. ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പോർഷന്റെ ഏരിയ ആണ്. നമ്മളിവിടെ പി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാർക്ക് ചെയ്യാനുള്ള കാരണം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സെക്ടർ. നമ്മൾ ഏരിയ ഓഫ് എ സെക്ടർ എന്ന് എഴുതുമ്പോൾ അത് മൈനർ സെക്ടർ ആണോ മേജർ സെക്ടർ ആണോ നമുക്ക് അറിയില്ല, മനസ്സിലാവില്ല. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏരിയ ഓഫ് എ സെക്ടർ AOBP അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെക്ടറിന്റെ ഏരിയ ആണ്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഏരിയ ഓഫ് AOB എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ AOB എന്ന് പറയുമ്പോൾ അത് ഈ സെക്ടറും ആവാം, അല്ലെങ്കിൽ മറ്റേ മേജർ സെക്ടറും ആവാം. അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഈ മൈനർ സെക്ടറിൽ P എന്നുള്ളൊരു പോയിന്റ് കൊടുത്തിട്ട് OAPB അങ്ങനെ മാറ്റുന്നത്. അപ്പം നമുക്ക് കറക്റ്റ് മനസ്സിലാവും. OAPB പറയുമ്പോൾ എന്തായാലും ഇതേ വരുള്ളൂ, പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ OAPB
ബി. ഒ എ പി ബിയുടെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. ഒ എ പി ബി എന്ന് പറയുന്നത് സെക്ടർ ആയതുകൊണ്ട് തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. തീറ്റ നമുക്ക് തന്നിട്ടുണ്ട് 30 ബൈ 360 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 യൂസ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈക്ക് പകരം നമ്മൾ 3.14 കൊടുത്തു ഇൻറ്റു റേഡിയസ് ആർ എന്ന് പറയുന്നത് 4 ആണ്. 4 സ്ക്വയർ, അതായത് 4 ഇൻറ്റു 4. ഇനി ഇത് സോൾവ് ചെയ്യുക. 0 0 ക്യാൻസലായി. ബാക്കി 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് വരും. 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 എന്ന് വരും. ബാക്കിയുള്ളത് എടുത്ത് എഴുതാണ്. 3.14 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 12. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് വരും. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. അതായത് 3.14 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 314 ഇൻറ്റു 4. 4 4s are 16. 1 balance. 4 1s are 4. 4 plus 1 5. 4 3s are 12. അതായത് 1256 ഡിവൈഡഡ് ബൈ 3. പോയിന്റ് മാറ്റണം. പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണ്. അപ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. അതായത് 12.56 ഡിവൈഡഡ് ബൈ 3. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പോയിന്റ് മാറ്റണു. പോയിന്റ് മാറ്റുമ്പോൾ ഇൻറ്റു പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണല്ലോ. അപ്പോൾ ഇൻറ്റു 100. ന്യൂമറേറ്ററിൽ ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലും ഇൻറ്റു 100. അതായത് 1256 ഡിവൈഡഡ് ബൈ 300 എന്ന് വരും. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുക. 300നെയും 1256നെയും എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 300നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1500 എന്ന് കിട്ടും. 150 എന്ന് കിട്ടും. 3ൽ ഒരു പ്രാവശ്യം, ബാക്കി 1 വരും. 10ൽ 5, പിന്നെ 0. 1256നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12ൽ 6, 5ൽ 2, ബാക്കി 1, 16ൽ 8. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 115നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15ൽ 7, 14, ബാക്കി 1, 10ൽ 5. 628നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6ൽ 3, 2ൽ 1, 8ൽ 4. അതായത് ഇപ്പോൾ കിട്ടിയത് 314 ഡിവൈഡഡ് ബൈ 75. ഇനി 314 ഡിവൈഡഡ് ബൈ 75 നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ 75 ഇൻറ്റു 4 300. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 314 മൈനസ് 300 എന്ന് പറയുന്നത് 14. 14 എന്ന് പറയുന്നത് 75ന് ചെറുതാണ്. അപ്പോൾ 0.0. 75 ഇൻറ്റു 1 75. 140 മൈനസ് 75 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 65 എന്ന് കിട്ടും. എഗെയിൻ 65 ചെറുതാണ്. അപ്പോൾ നമ്മളൊരു 0 കൊടുക്കും. 75 ഇൻറ്റു 9 അല്ല 8. ഓക്കെ, 75 ഇൻറ്റു 8 600. 650 മൈനസ് 600 ഈക്വൽസ് 50. എഗെയിൻ 75നേക്കാളും ചെറുതാണ് 50. നമ്മൾ എഗെയിൻ 0 കൊടുക്കും. 75 ഇൻറ്റു 6 450. ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കഴിയില്ല. ഇങ്ങനെ ഡിവിഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് 4.186 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? ഏരിയ ഓഫ് എ സെക്ടർ എന്ന് പറയുന്നത് ഈക്വൽസ് 4.186 എന്നാണ് കിട്ടിയത്. അതായത് നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്യുമ്പോൾ 4.19 എന്ന് എഴുതാം. അതായത് 2 ഡിജിറ്റ്സ് ആണ് നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തേർഡ് 1 5 5നേക്കാൾ വലുതോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8നെ 9 ആക്കാനായിട്ട് പറ്റും. ഏരിയ ആണ് അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി കറസ്പോണ്ടിങ് മേജർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് സർക്കിളിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം, സർക്കിൾ മൈനസ് മൈനർ സെക്ടർ ചെയ്യാം, അല്ലെങ്കിൽ സെയിം ഇക്വേഷൻ θ/360ക്ക് പകരം തീറ്റയുടെ സ്ഥാനത്ത് 360 മൈനസ് തീറ്റ, അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഏരിയ ഓഫ് മേജർ സെക്ടർ ഈക്വൽസ് 360 മൈനസ് തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 360 മൈനസ് തീറ്റ എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ എന്ന് പറയുന്നത് 3.14, റേഡിയസ് 4 ആണ്, 4 ഇൻറ്റു 4. 360 മൈനസ് 30 എന്ന് പറയുന്നത് 330 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 3.14 എന്നുള്ളത് 314 ഡിവൈഡഡ് ബൈ 100, കാരണം പോയിന്റ് കണ്ട് രണ്ട് സ്ഥാനം, അപ്പോൾ ഞാൻ ഡിവൈഡഡ് ബൈ 100 എഴുതി, ഇൻറ്റു 4 ഇൻറ്റു 4. ഇനി ഇതിനെ സോൾവ് ചെയ്യാം. 0 0 ക്യാൻസലായി. 33 ഡിവൈഡഡ് ബൈ 36 ചെയ്യാണ്. 33നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 എന്ന് കിട്ടും. 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. ഇനി 12ഉം 314ഉം ഡിവൈഡ് ചെയ്യാണ്. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. 314നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 157 എന്ന് കിട്ടും. ഇനി 6ഉം 4ഉം ഡിവൈഡ് ചെയ്യണു. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. ഇനി നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്ത് എഴുതാണ്. എന്താണ് വരിക? 11 ഇൻറ്റു 157 ഇൻറ്റു 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 100. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 157 ഇൻറ്റു 11. 7 ones are 7, 5 ones are 5, 1 ones are 1, 7 ones are 7, 5 ones are 5, 1 ones are 1. ഇനി രണ്ടും ആഡ് ചെയ്യുക. 7 പ്ലസ് 12, 2 എഴുതി, 1 ക്യാരി ഓവർ, 5 പ്ലസ് 1 6, 6 പ്ലസ് 1 7, then 1. അപ്പോൾ 1727 കിട്ടി. ഇനി 4 ഇൻറ്റു 2 8 ആണ്. അപ്പോൾ ഈ നമ്പറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1727 ഇൻറ്റു 8. 7 8s are 56 ആണ്. 6, 5 ക്യാരി ഓവർ, 8 2s are 16, 16 പ്ലസ് 5 21, 1 2 ക്യാരി ഓവർ, 8 7s are 56, 56 plus 2 58, 8 5 carry over, 8 ones are 8, 8 plus 5 13. Okay, അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര കിട്ടിയത്? 13,816 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 100. ഇനി നമ്മൾ 13,816നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 4s are 12, 13 minus 12 1, 8, 3 6 are 18, 18 minus 18 0, next number 1, 1ൽ പോവില്ല, അപ്പോൾ നെക്സ്റ്റ് നമ്പർ 6 ഇറക്കിയിട്ടു. ഒരു സ്റ്റെപ്പിൽ അതായത് ഒരു സ്റ്റെപ്പിൽ തന്നെ 2 നമ്പേഴ്സ് ഇറക്കിയിടുകയാണെങ്കിൽ നമ്മൾ മുകളിൽ എന്ത് ചെയ്യും? ഒരു 0 കൊടുക്കും. ഇനി 3 5s are 15, 16 minus 15 1, point to 0, 3 3s are 9, 10 minus 9 again 1. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. വീണ്ടും 10 കൊടുക്കും, വീണ്ടും മുകളിൽ 3, വീണ്ടും 9, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1, അങ്ങനെയാണ് വരിക. അപ്പോൾ 13,816ൻ്റെ ആൻസർ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 4605.3. 4605.3 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ നമ്മൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം.
ഓൾറെഡി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ചെയ്താൽ മതി. ഇപ്പോൾ 1, 2 ഇവിടെയാണ് പോയിന്റ് വരിക. അതായത് 46.053 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് മേജർ സെക്ടറിന്റെ ഏരിയ.